വരുമ്പോഴാണ് എടുത്ത് തരുമ്പോൾ ടേസ്റ്റ് ചെയ്യാനാണ്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ ധൈര്യമുള്ള ഒരു മടിയില്ലാത്തൊരു കഥാപാത്രമാണ് ഈ റേച്ചൽ. എനിക്ക് തോന്നുന്നില്ല ഹണി, എനിക്ക് തോന്നുന്നു ഇതിൽ അപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അപ്പനുള്ളത് അതും ഒരു എനർജി കൂടിയിട്ടുണ്ടാവും അല്ലേ? അത് ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും റേച്ചലിന്റെ പല സ്വഭാവങ്ങളും അപ്പനിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പൻ വളർത്തുന്ന ഒരു മകളാണ്. അപ്പം അവളെ കുറച്ച് നല്ല ധൈര്യത്തോടെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനാണ്. അത്ര സ്ട്രോങ് ആയിട്ടാണ് വളർത്തുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പം കാട്ടിൽ പോകുന്നെങ്കിൽ അങ്ങനെ വേട്ടയാടുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് വളർത്തിയേക്കുന്ന ഒരു മകളാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പം അപ്പനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് പൊതുവേ പെൺമക്കൾക്ക് അപ്പന്മാരോടും അപ്പന്മാർക്ക് പെൺമക്കളോടും കുറച്ച് സ്നേഹമുണ്ട്, കുറച്ച് ഒരു പൊടിക്ക്. ഹണിയുടെ കാര്യത്തിൽ അങ്ങനെയാണോ? അപ്പനോടാണോ ഡാഡിനോടാണോ മമ്മിയോടാണോ കൂടുതൽ സ്നേഹം? അതിന് കാര്യം കൂടെ വേണം കേട്ടോ. ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അപ്പം എനിക്ക് രണ്ടുപേരും ഒരേപോലെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് രണ്ടുപേരും ഒരേപോലെയാണ്. രണ്ടുപേരും അത്ര സപ്പോർട്ടീവായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എപ്പോഴും കൂടെയുള്ള രണ്ട് മനുഷ്യരാണ്. അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഇങ്ങനെ രണ്ട് മനുഷ്യരെ എനിക്ക് കിട്ടിയതാണ്. ആൻഡ് ദൈവം എല്ലാ കാലത്തും എനിക്ക് അങ്ങനെ നല്ല മനുഷ്യർ മാത്രമേ എൻ്റെ ചുറ്റും തന്നിട്ടുള്ളൂ. അവരെല്ലാം എപ്പോഴും എന്താ പറയുക, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ്. എല്ലാവരും എനിക്ക് ദൈവം തന്നേക്കുന്നത് അങ്ങനെയാണ്. സോ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര മനസ്സിലാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴായിരിക്കും ആദ്യമായിട്ടാണ് ഹണിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇല്ല വേണ്ട, ചെറുതായിട്ട് കുഞ്ഞായിട്ട് ഫാമിലി ഇമോഷണൽ അറ്റാച്ച്മെന്റ് പിടിക്കാൻ വിചാരിച്ചാൽ നടക്കത്തില്ല. സാരമില്ല. പോട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സാലിക്ക് ഇനി എന്താണ്